ചാനലിലെ എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ ഒരു കുക്കി വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ, ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഉണക്കമീനും മാങ്ങയും ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാൻ പോവാണേ. അപ്പൊ ഉണക്കമീൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഉണക്കത്തെരണ്ടിയാണ്. അപ്പൊ ഈ മീൻ ഇട്ട് നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? അപ്പൊ അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ: സവോള, ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ മാങ്ങ. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് അടുപ്പിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഞാൻ തേങ്ങ അരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചട്ടി എളുപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ചട്ടി ഇതാ ഇവിടെ ചൂടായിട്ടുണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയൊക്കെ ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉണക്കമീൻ കറി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ്. അതാണ്. കാരണം ഉണക്കമീൻ ഓൾറെഡി ഇത് ഞാൻ ഈ ഉണക്കത്തരണ്ടി രാവിലെ മേടിച്ചിട്ട് വെള്ളത്തിൽ നമ്മളിപ്പോ കറി വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 4-4:30 ഓടിയാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പം ഉപ്പിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കും. ഉപ്പ് ഇടണമെന്നില്ല, കാരണം ഉണക്കമീനകത്ത് നല്ല ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഉപ്പ് ഓൾറെഡി ചേർക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറവാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഉണക്കമീൻ കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണക്കമീനകത്ത് ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ഇട്ടുപോയാൽ പിന്നെ ഉപ്പ് കാരണം കറിയുടെ ആ ടേസ്റ്റ് പോകും. അത് കാരണം കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പൊടിയൊക്കെ ഒന്ന് എടുക്കട്ടെ. ചെറിയൊരു കടുകുണ്ട് കേട്ടോ. ഇതേടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? അവന് ഈ എല്ലാ വീഡിയോ വഴി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ റൗണ്ട് അടിക്കും. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നൊന്ന് നോക്കുക. ചിരിക്കുന്നു. അതുപോലെ ഇഞ്ചിയൊക്കെ ഇതാ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി വേണം, പക്ഷെ എന്റെ മല്ലിപ്പൊടി തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളേ. ഒരു നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അധികം നമുക്ക് മുളക് പൊടി ഇടണ്ട. ഇതിന്റെ പച്ചപ്പ് മാറുന്നോടം വരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മുളക് പൊടിയിലെ കാശ്മീരി മുളക് പൊടി ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. നിങ്ങൾ എങ്ങനെ വെക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. നമ്മൾ എവിടെയും നോക്കി പഠിച്ചതൊന്നുമല്ല. നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയയിൽ നിന്ന് നമ്മൾ വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയല്ല വെക്കണത്. ഇപ്പം എന്താ പറയാ, കഴിഞ്ഞ ദിവസം സാമ്പാർ വെച്ചപ്പോൾ പറയുന്നതിനകത്ത് ഉലുവയില്ല, വെളുത്തുള്ളി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ 2 ഉള്ളി വെളുത്തുള്ളി അതിനകത്തുള്ളൂ. അത് പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റേതായ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മീൻകറി വെക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും ഞാൻ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ്. അത് വേറെ കാര്യം. അപ്പൊ നമ്മളെ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയാം. ഉണക്കമീനിന്റെ ഈ ഉണക്കമീൻ ഇതിനകത്ത് കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലെ ഉപ്പ് അതിലേക്ക് വീഴും. അതുകൊണ്ട് ഉപ്പിന്റെ കാര്യത്തിൽ ഈ ഉണക്കമീൻ കറി വെക്കുമ്പോൾ ഉപ്പിടുകയേ വേണ്ട. പിന്നെ മീൻ ഒട്ടും ഉപ്പില്ലെങ്കിലോ ഒക്കെ ഉപ്പിടാം. എന്തായാലും നമുക്ക് ഈ മീൻ അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ കുടംപുളി ഇട്ട് ഇങ്ങനെ തന്നെ വേണം നമുക്ക് വറ്റിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു കറിയാണ്. അപ്പൊ ഞാൻ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഉണക്കമീൻ. വേണേ ഇതിനകത്തോട്ട് 2 തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്നില്ല, നമുക്കിത് മതി. ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും. കാരണം അടുക്കളപ്പണിയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആരും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ നോക്കാട്ടോ. എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ.
അതും പറ്റത്തില്ല. അതും പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അടപ്പൊക്കെ ഓരോന്നും ഞാൻ മൂടി വെച്ചേക്കും. അത് പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്നതാണോ? ഒന്ന് മിണ്ടിക്കൂടെ? ഇങ്ങനെയൊക്കെ മാറി ഇരുന്ന എന്തോ ചെയ്യാനാ? അതൊന്ന് കഴുകട്ടെ കേട്ടോ. മാറിപ്പോയിരിക്കും, പറയണ്ടേ ഇതൊക്കെ. ഇതാ ഞാൻ അത് വറക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. എന്താ പറയാ, കുരുമുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത് മാത്രം ഇട്ട് തിരുമ്മി നല്ല സെറ്റാക്കി വെച്ചേക്കുന്ന ഓണക്കമീൻ നല്ല തെരടി സെറ്റാക്കി വെച്ചേക്കുന്നത്. അത് വറക്കണം. ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് മേടിച്ചാട്ടോ. അങ്ങോട്ട് കുറുങ്ങ മീനെ പെട്ടെന്ന് അങ്ങോട്ട് വേവ്. ഈ വായേ, ഈ ചട്ടിയുടെ വായ കുറച്ച് വലുതായതുകൊണ്ട് ഈ ഒരു അടപ്പ് മാത്രമേ അത് പറ്റത്തുള്ളൂ. നോക്കട്ടെ. അല്ല, ഞാൻ വിചാരിച്ചു ഇനി അതും ഇറങ്ങി പോകുമെന്ന്. പിന്നെ അതൊക്കെ ഒന്ന് വെന്താ മതി. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒക്കെ തുടച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് പണിയൊക്കെ ഉണ്ട്. അടുക്കളപ്പണി ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് എന്റെ ക്ലീനിങ് ഒക്കെ. അല്ലെങ്കിൽ പിന്നെ എന്തോ ക്ലീൻ ചെയ്താലും പിന്നെ നമ്മൾ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും അഴുക്കാവും. പണികളെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ അത് നല്ല സെറ്റായിട്ട് അവിടെ വൃത്തിയിൽ കിടന്നു. ക്ലീൻ ചെയ്തിട്ട് അടുക്കള അടിച്ചു വാരിയിടും. അതാണ് പതിവ്. ഞാൻ കിടക്കുന്നു അങ്ങനെയാണ്. എല്ലാ പാത്രവും കഴുകി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് അടിച്ചു വാരി എല്ലാം ഫിനിഷ് ആക്കിയിട്ട് കിടന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഭയങ്കര രസം അടുക്കള കാണാൻ വേണ്ടിട്ട്. ഇതിപ്പോ എന്തിനാന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ? നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവുമല്ലോ, നമ്മൾ കിച്ചണിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുന്നതിന്റെ. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴും 2-3 ചന്ദനത്തിരി ഇങ്ങനെ ചുമ്മാ ഒന്ന് കത്തിച്ച് വെച്ചേക്കാം. എനിക്ക് എന്റെ ചന്ദനത്തിരി കത്തിച്ച് വെക്കണം, ആ പാത്രം കാണാനില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വേറെ വിചാരിക്കരുത്. ഈ ചേമ്പ് ഞാൻ ഉപേക്ഷിച്ച ചേമ്പ്, ഈ ചേമ്പ് ഞാൻ ഉപേക്ഷിച്ചതാ. ഇത് ഞാൻ ഒന്നിനും എടുക്കൂല. അത് ഞാൻ ഇതിനു വേണ്ടി മാത്രം മേടിച്ചോണ്ട് വന്നേക്കുന്ന ചേമ്പാണ്. ഇതാകുമ്പോൾ സേഫ് ആയിട്ട് എനിക്ക് ഇങ്ങനെ വെക്കാം. അത് വെക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് ചെത്തിക്കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും. അപ്പൊ ഇങ്ങനെ ചേമ്പിൽ തന്നെ കുത്തണമെന്നില്ല, വേറെ എവിടെയെങ്കിലും കുത്തിയിട്ട് നമ്മുടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതങ്ങനെ വെച്ചാൽ നമ്മുടെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പൊ ആ ഒരു നല്ല സ്മെല്ല് നമുക്ക് കിട്ടും, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഞാൻ ഉണക്കമീനൊക്കെ ഒന്ന് കറി വെക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വൈകുന്നേരം ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് കത്തിച്ചങ്ങ് വെച്ചേക്കാം. അമ്മയുടെ മുത്താനോടി വന്നോടി. മോളെ സ്കൂളിൽ വിട്ട് വന്നതാണേ, അതുകൊണ്ടാ. ചായ തട്ടെ? അവൾ ചോദിക്കും എന്താ കറി വെക്കുന്നത്? മീൻ കറി. അപ്പൊ തിളച്ചുട്ടോ നമ്മുടെ മീൻ. അല്ലേ, ഒന്ന് വേവണം, ഇച്ചിരി സമയം എടുക്കും. നമ്മുടെ മീൻ ഇതാ വെന്തു കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കണം നമ്മുടെ മാങ്ങ. പുളി ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. മാങ്ങ പുളി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും കൂടെ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. ഞാൻ ശകലം ഉപ്പ് നോക്കിയേക്കാം. വേണ്ട, മാങ്ങ തിളക്കട്ടെ, പുളി ഉണ്ടാവത്തില്ല. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്ന് തരുമോ, നോവറിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ. ഇവിടെ ഉച്ചയ്ക്ക് അവക്ക് ചോറ് കൊടുത്തു വിടുന്നത് ഒരു 1.5 തവി ചോറ്. അതും ഇതാണ്ട് ഈ ഒരു തവിക്ക് 1.5 തവി ചോറ്. ഈ ഒരു തവിക്ക് 1.5 തവി ചോറാണ് ഞാൻ അവക്ക് കൊടുത്തു വിടുന്നത്. അത് 2 വറ്റ് വാരി തിന്നിട്ട് ബാക്കി മൊത്തം ഇങ്ങനെ കൊണ്ടുവരും. എന്താച്ച് നമ്മുടെ കറി ഇതാ അവിടെ നമ്മുടെ മാങ്ങയും നമ്മുടെ മീനും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്, നല്ല വെന്ത്. അപ്പൊ ഇതിലേക്ക് ഞാനിത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കാൻ പോവാ കേട്ടോ. ഇനി മാങ്ങയുടെ പുളി എനിക്കറിയില്ല, പുളി പതിയെ ഇറങ്ങുമായിരിക്കും. അത് ഞാൻ ഒഴിക്കാൻ പോണേ.
ഗ്രേവി ഒക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. ഇപ്പത്തെ നല്ല തിക്കുണ്ട്, ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇരുന്ന് അങ്ങോട്ട് കുറുകും, അത് കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പൊന്നും നോക്കിയിട്ടില്ല, ഉപ്പ് ഞാൻ നോക്കട്ടെ. ഉപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഉണക്കമീൻ ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഉപ്പൊക്കെ ഉണ്ട്. തിളപ്പിക്കണ്ട, ഞാൻ അത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കടുക് ഒന്ന് വറുത്ത് ഇടാം. ചില കറികൾക്ക് നമ്മൾ കടുക് ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കത്തിയെടുക്കാൻ വന്നു, നമ്മൾ കടുക് ഇട്ടില്ലെങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചില കറികൾക്ക്. ചട്ടിയാണ്ട് ചൂടായി, ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് എടുക്കാം. വേപ്പില ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഇതിനകത്ത് വേപ്പിലേക്ക് ഇച്ചിരി ശോകമാണ്. ഇതിലേക്ക് തക്കാളി ഞങ്ങൾ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്താൽ പിന്നെ ഒന്നും നോക്കണ്ട, മാറി നിന്നോണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലേ, അല്ലെങ്കിൽ ഇത് തിളയ്ക്കും. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ഒരു കറി വെക്കണത് കേട്ടോ. ഇങ്ങനെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് വെക്കാം. നമ്മുടെ നങ്കില്ലേ, ഉണക്ക മാതള്, അതൊക്കെ വെക്കാം. പച്ചമീനും വെക്കാം. ഇങ്ങനെ പൊതുവെ പച്ചമീനാണ് വെക്കാറ്, നമ്മൾ ഉണക്കമീനൊന്ന് മാറ്റി പിടിച്ചു. എന്നിട്ട് നല്ല ഞങ്ങളെ കോട്ടയം സ്റ്റൈലിലൊക്കെ പറഞ്ഞ നല്ല ഉണക്കക്കപ്പയും ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, മോനെ വേറെ ഒന്നും വേണ്ട, വേറെ ലെവല്. പച്ചക്കപ്പയാണെങ്കിലും മതി. ഇപ്പൊ ഉള്ളി അരിഞ്ഞിടണേ. ഷുഗറൊക്കെ ഉള്ള ആൾക്കാരോട് പ്രത്യേകം പറയുന്നു, തെരണ്ടി മീൻ ഉണക്ക തെരണ്ടി മേടിച്ച് രാവിലെ വെള്ളത്തിലിട്ട് വെക്കുക. നന്നായിട്ട് ഉപ്പ് പോവാ, തലേദിവസം ഇട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പൊ ഒട്ടും ഉപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക ഉണക്കമീൻ കഴിക്കുന്നവരോട്. നല്ല ഉപ്പുള്ള മീനാണ്. പിന്നെ ഈ തെരണ്ടിക്കൊരു പ്രത്യേകത, എത്ര നാൾ വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത് അങ്ങനെ ഇരുന്നോളും ഉണക്കമീൻ കേട്ടോ. അതായത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അത് അങ്ങനെ ഇരുന്നോളും. നമ്മൾ ഉള്ളി ഇതേ മൂത്തിട്ടോ, അതിലേക്ക് ഒഴിക്കാൻ പോണേ. അങ്ങനെ നമ്മുടെ കറി ഇത് അവിടെ നല്ല കുറുക്കുറാന്നിരിക്കുന്ന നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിക്കണോ. അപ്പൊ ചോറിന്റെ കൂടെയും സെറ്റ് സാധനമാണ്, പൊളി സാധനമാണ്. അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് ഉണക്കമീനായതുകൊണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടേ ഇല്ല. കറി ഇരിക്കുന്നതോറും ഉപ്പൊക്കെ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും സെറ്റായിട്ട് ഉപ്പൊക്കെ ആയിക്കോളും. ആഹാ, ഈ പഴയ കാലത്തെ കറികളാണ് ഇതൊക്കെ. ഒരു നൊസ്റ്റാൾജി ചെയ്ത് കഴിക്കുമ്പോൾ പൊളി. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.